ഹിസ്ബുള്ള ഒരു വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനിടെ ആക്രമണം നടത്തി ഇസ്രയേൽ. 100ഓളം യുദ്ധവിമാനങ്ങളുമായി ഇസ്രയേൽ സൈന്യം ലെബനിലെ ഡസൻ കണക്കിന് താവളങ്ങൾ തകർത്തിരിക്കുകയാണ്. ഇതിന് മറുപടിയായി ലെബനിൽ നിന്ന് ഇസ്രയേൽ പ്രദേശത്തേക്ക് ഹിസ്ബുള്ള 320ലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. മിസൈലുകളുടെയും സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ഡ്രോണുകളുടെയും ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ തങ്ങളുടെ സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കറിനെ കൊലപ്പെടുത്തിയതിന് മറുപടിയായിട്ടാണ് ആക്രമണം ആരംഭിച്ചതെന്ന് ഹിസ്ബുള്ള പറയുന്നു. 2024 ഓഗസ്റ്റ് 25 വടക്കൻ ഇസ്രയേലിന് മുകളിലൂടെ ഒരു ഹിസ്ബുള്ള UAV ഇസ്രയേലി വ്യോമസേന തടഞ്ഞു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലൻ്റെ അടുത്ത 48 മണിക്കൂറിലേക്ക് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. അതേസമയം വടക്കൻ മേഖലയിലെ രൂക്ഷമായ സാഹചര്യം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നെതന്യാഹു ഉന്നതതല യോഗത്തിന് നേതൃത്വം നൽകി. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനും വടക്കൻ നിവാസികളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാനും ലളിതമായ ഒരു നിയമം പിന്തുടരാനും ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങളെ ഉപദ്രവിക്കുന്നവർ ഞങ്ങൾ അവരെ ഉപദ്രവിക്കുന്നു, നെതന്യാഹു യോഗത്തിൽ പറഞ്ഞതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ള പ്രവർത്തിക്കുന്ന തെക്കൻ ലെബനിലെ പ്രദേശങ്ങളിലെ താമസക്കാർക്ക് പണിമുടക്കിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ഉടൻ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്രയേൽ ഹോം ഫ്രണ്ടിന് ഉടനടി ഭീഷണി ഉയർത്തുന്ന ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ ലക്ഷ്യങ്ങൾ ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ ആക്രമിക്കുകയാണ്. IDF ഔദ്യോഗിക പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റസ് ഇസ്രായേൽ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം വിനിയോഗിക്കുകയാണ്. ഒരു പ്രാദേശിക യുദ്ധത്തിൽ അതിന് താൽപ്പര്യമില്ല. മറുവശത്ത് ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ മുൻകൂട്ടിയെന്ന് വിശേഷിപ്പിച്ചതിനെ തള്ളിക്കളഞ്ഞു. ഭൂമിയിലെ വസ്തുതകൾക്ക് വിരുദ്ധമായ അടിസ്ഥാനമില്ലാത്ത അവകാശവാദങ്ങൾ എന്നവയെ വിളിച്ചു. ഖിയാമിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കാറിലിടിച്ച് മരിച്ചതായി ലെബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഇസ്രയേൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിനിടെ തീരദേശ നഗരമായ ഏക്കറിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. യുവതിയെ ചികിത്സയ്ക്കായി ഹൈഫയിലെ ബിനൈ സിയോൺ ആശുപത്രിയിലേക്ക് മാറ്റിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പണിമുടക്കിനെ തുടർന്ന് ടെൽ അവീവിലെ ബെൻ ഹുറിയോൺ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇസ്രായേൽ എയർപോർട്ട് അധികൃതരും അറിയിച്ചിട്ടുണ്ട്.